നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRTC ചീഫ് ഓഫീസ് വളഞ്ഞിരിക്കുകയാണ് TDF പ്രവർത്തകർ. എല്ലാ മാസവും ശമ്പളം കൃത്യമായിട്ട് നൽകുക, അതുപോലെ DA കുടിശ്ശിക അനുവദിക്കുക, KSRTCയിലെ അഴിമതി സംബന്ധിച്ച കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണം, KSRTCയിൽ സ്വിഫ്റ്റ് ലയിപ്പിക്കുക, സ്വിഫ്റ്റ് കമ്പനി KSRTCയിൽ ലയിപ്പിക്കുക, അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് TDFിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചീഫ് ഓഫീസ് വളയുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് പോയിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ TDF പ്രവർത്തകർ KSRTC ചീഫ് ഓഫീസിലേക്ക് മുമ്പിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ചീഫ് ഓഫീസിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് വഴി തടഞ്ഞുകൊണ്ടാണ് TDF പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ ഈ ഉപരോധം നടത്തുന്നത്. ഒരു തരത്തിലും ഉദ്യോഗസ്ഥരെ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ശമ്പളം കൃത്യമായി നൽകുക, DA കുടിശ്ശിക അനുവദിക്കുക, അതുപോലെ തന്നെ ശമ്പള കരാറിൽ സർക്കാർ ഉത്തരവിറക്കുക, ഡ്രൈവർമാരുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന സ്പെഷ്യൽ അലവൻസ് അത് നൽകുക, കുടിശ്ശിക അനുവദിക്കുക, അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉദ്യോഗസ്ഥരകത്തേക്ക് കടത്തിവിടില്ലേ? ആരെയും കടത്തിവിടത്തില്ല. ഒരു ജീവനക്കാരനെയും ഇന്ന് ചീഫ് ഓഫീസിലേക്ക് കടത്തിവിടുന്ന പ്രശ്നമേ ഇല്ല. നമുക്ക് ശമ്പളം ലഭിക്കുന്നത് വരെയുള്ള സമരമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു ജീവനക്കാരനെയും എന്ത് പ്രതിബദ്ധത വന്നാലും ശരി തന്നെ ഒരു ജീവനക്കാരനെ കടത്തിവിടില്ല. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെയും ഇത്തരത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവിടത്തേക്ക് ഇങ്ങനെ തടയുകയും പിന്നീട് അത് മാറ്റിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും കടത്തിവിടില്ല എന്നുള്ളതാണോ? ഇല്ല, കടത്തിവിടില്ല, ഒരു കാരണവശാലും കടത്തിവിടില്ല. കാരണം നമ്മളെ ശമ്പളം മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും 5-ാം തീയതി തന്നെ തരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അതിനെപ്പറ്റിയുള്ള ഒരു തീരുമാനമായിട്ടില്ല. ആ കാരണത്തിൽ നമ്മൾ ആരെയും കടത്തിവിടില്ല. കഴിഞ്ഞ നവംബറിലും മന്ത്രി പറഞ്ഞിരുന്നു ശമ്പളം കൃത്യമായിട്ട് തന്നെ നൽകും, 1-ാം തീയതി നൽകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ 5-ാം തീയതി നൽകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വീണ്ടും ലംഘിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. തൊഴിലാളികളെ പറ്റിക്കുന്നു, ഈ സർക്കാർ തൊഴിലാളികളെ പറ്റിക്കുന്നു, KSRTC തൊഴിലാളികളെ തീർച്ചയായിട്ടും പറ്റിക്കുന്നു. ഇതിപ്പോൾ ഏത് രീതിയിൽ സമരം തുടരാനാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഈ സമരം ഇന്ന് ആരെയും അകത്ത് കയറ്റാതെ പൂർണ്ണമായും വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരിക്കും. തുടർ സമരങ്ങൾ നമ്മുടെ നേതാക്കളുമായി തീരുമാനിച്ച് തുടർ സമരത്തിലേക്ക് ഞങ്ങൾ പോകും. KSRTC ചീഫ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഈ TDF പ്രവർത്തകർ പോയിട്ടുള്ളത്. നമുക്ക് അറിയാം, നിരവധി ആവശ്യങ്ങളുണ്ട്. ശമ്പളം കൃത്യമായി നൽകുക എന്നുള്ള ആവശ്യം തന്നെയാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ശമ്പളം കൃത്യമായിട്ട് നൽകുക, എല്ലാ മാസവും തുടക്കത്തിൽ തന്നെ ശമ്പളം നൽകുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അത് കൃത്യമായി നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആവർത്തിച്ച് പറയുന്നതല്ലാതെ അത് കൃത്യമായിട്ട് ഇവർക്ക് ലഭിച്ചിട്ടില്ല. കാരണം നവംബറിലെ ശമ്പളം ഇപ്പോഴും കുടിശ്ശികയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നൽകുക, DA കുടിശ്ശിക, വലിയ കുടിശ്ശികയുണ്ട്, ആ കുടിശ്ശിക കൃത്യമായിട്ട് നൽകുക, സ്വിഫ്റ്റ് KSRTC ലയിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ KSRTC ചീഫ് ഓഫീസ് വളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ ഈ ഉപരോധ സമരം ഇന്ന് വൈകിട്ട് 5 മണി വരെ തുടരും എന്നുള്ള കാര്യമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് വരും. കാരണം ഉദ്യോഗസ്ഥരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അത് വലിയ ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉപരോധം ഇപ്പോഴും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ വരുമ്പോൾ പൂർണ്ണമായിട്ടും തടയും എന്നൊരു കാര്യം തന്നെയാണ് TDF പ്രവർത്തകർ പറയുന്നത്. തിരുവനന്തപുരം ഈസ്റ്റ് ബോർഡിൽ നിന്ന് സാദിഖ് പാറക്കലിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ.